let's come to a completely different side of you. You're also a girl. You're a woman. So you have ഇപ്പൊ പറഞ്ഞ സെൻസിറ്റീവ് ഒരു സൈഡ് ഉണ്ട് അല്ലേ? ഐ എം ഷുവർ there's a ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഞാനും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ a side that will want a man's support and maybe at some time and ആ ഒരു കെയറിങ് ആ ഒരു സൈഡിലേക്ക് വരാം. I want to see the Sandra അല്ല എനിക്ക് കാരണം ഇപ്പൊ പ്രോബ്ലി കാണുന്ന ബോയ്സ് ഒക്കെ ഇങ്ങനെ പേടിച്ചിരിക്കും, അയ്യോ ആ കുട്ടിയോട് ഒന്നും പറയാൻ പറ്റില്ല, വെറുതെ പ്രേമലേഖനം കൊണ്ടൊന്നും ചെല്ലാൻ പറ്റില്ല, അങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ആക്ച്വലി അങ്ങനെ ഒരു സൈഡുള്ള നല്ലതാ. കാര്യം ആൾക്കാർക്ക് അങ്ങനെ ഒരു വിചാരമൊക്കെ ഉള്ളത് നല്ലതാ. കാര്യം തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് എല്ലാരും പറയും സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഓരോരുത്തർ പറയൂ അവരെന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ പെരുമാറി, ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഇല്ല സിനിമയിൽ വന്നിട്ട്. എല്ലാരും എന്നെ ഭയങ്കര റെസ്പെക്റ്റോടു കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഏത് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും, ചെറിയ ലെവലിലുള്ള വലിയ ആൾക്കാരാണെങ്കിലും. ഒരാൾ പോലും ഇതുവരെ ഒന്ന് മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ബിഹേവ് ഒന്നും ചെയ്തിട്ടില്ല. someone opened their heart to you? അങ്ങനെ Sandra, I think you're very pretty. അങ്ങനെയൊന്നുമില്ല. എനിക്ക് എപ്പോഴും Can I take you for a date? വെറുതെ ചിരിക്കണ്ട, ചിരിച്ചിട്ടേണ്ട, എനിക്ക് ഉറപ്പായിട്ടുണ്ടാവും. അല്ല അങ്ങനെയല്ല, എനിക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് എന്തായാലും വേണം, അല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഒരാൾ സപ്പോർട്ടിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജലളിതയാണ്. പിന്നെ ഒന്നും പിന്നെ എന്നെ ഏക്കത്തില്ല. അങ്ങനെ പിന്നെ എന്റെ കൂടെ പില്ലർ പോലെ എന്റെ പപ്പയും മമ്മിയും ഉണ്ട്. You've said that bad incidents ഒന്നും ഉണ്ടായിട്ടില്ല, അല്ല മിസ്ബിഹേവ് ചെയ്തിട്ടില്ല, ആരും അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. But girls generally don't have that opinion. A lot of actresses don't have that opinion. I'm not naming anybody. Okay, they've had ഒരുപാട് bad incidents പറയാനുണ്ട്. ഒരുപാട് പേര് റിയാലിറ്റി ഷോസിലും അല്ലാതെ ഒക്കെ they say about stories. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ളവർ അവരോട് മോശമായിട്ട് പെരുമാറും. അത് ഞാൻ ഒരു what is your take on the issue? അതിനകത്ത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെയോ പറയാതെയോ ഒരാൾ നമ്മളെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യില്ല. നമ്മൾ ബോൾഡ് ആണെന്ന് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കയറി, കാര്യം എല്ലാരും പേടിത്തോടന്മാരാണ്. പക്ഷെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കയറി നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കും. അങ്ങനെയാണ് സിനിമയിൽ എല്ലാരും എപ്പോഴും. അല്ലാതെ ഒരു പെണ്ണിനെ കണ്ട ഉടനെ അവരെ അറ്റാക്ക് ചെയ്യാനോ അങ്ങനെയാണ് എന്നെ എത്രയോ പ്രാവശ്യം ആരെങ്കിലും ഒക്കെ. ഞാൻ ഒറ്റയ്ക്കാണ് സെറ്റിൽ പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് ഹോട്ടലുകളിൽ പോകുന്നത്, ഞാൻ രാത്രിയൊക്കെ വൈകിയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നില്ലേ. എത്രയോ പേർക്ക് വേണമെങ്കിൽ രാത്രി വന്ന് എൻ്റെ ഹോട്ടൽ റൂമിൽ വന്ന് എൻ്റെ റൂമിൻ്റെ അവിടെ വന്ന് മുട്ടാലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം എനിക്ക് ഇത്രയും നാളായിട്ട് അങ്ങനെ ആരും എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. അത് ഇപ്പം നമുക്കൊരു ആഗ്രഹം വരുമ്പോൾ നമുക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇത് കിട്ടണം എന്നൊക്കെ ആഗ്രഹം വരുമ്പോൾ നമ്മൾ അവരെ നോക്കി ഒന്ന് ചിരിക്കും, അല്ലെ നമ്മളൊന്ന് എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പം അവരോടനെ ഓക്കെ, അത്രയും മതി. അപ്പൊ അവര് പിന്നെ ഇങ്ങോട്ടും അതേപോലെ തന്നെ ബിഹേവ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ്, ഹൗ ഡു യു ഡിസൈഡ്? കുറേ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ടാവും, ഒരുപാട് സ്റ്റോറീസ് ഒക്കെ അതിൽ മനസ്സിൽ നിൽക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഇതിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് ഇതാണ് പ്രോജക്റ്റ്, നമ്മൾ അടുത്ത് ഇതാണ് ചെയ്യാൻ പോണത്, എങ്ങനെ, ഹൗ ഡു യു ഡിസൈഡ് ഓൺ ദാറ്റ്? നമ്മൾ ഈ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നത് കൊണ്ട് എല്ലാരും കൂടെ നമ്മുടെ അടുത്തേക്കാണ് വരിക. അപ്പോൾ ഓരോരുത്തർക്കും സമയം കൊടുക്കും. ഒരു ദിവസം 3-4 കഥ കേൾക്കാറുണ്ട്. ഞാനല്ല, വിജയ് സാറാണ് കേൾക്കുന്നത്. എനിക്ക് ക്ഷമയില്ല, ഞാൻ കേൾക്കില്ല. അപ്പൊ വിജയ് സാർ കേട്ടിട്ട് നല്ലതാന്ന് പറഞ്ഞതിന് ശേഷം അവരോട് 1 ലൈൻ എഴുതാൻ പറയും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റായിട്ട് 1 ലൈൻ ഉള്ളതാണെങ്കിൽ സ്ക്രിപ്റ്റായിട്ട് എഴുതിക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞ് നമ്മളിത് എടുക്കുന്നു എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാൻ വായിക്കുള്ളൂ. പ്ലാനിങ്ങും മാർക്കറ്റിങ്ങും വിജയ് സാറാണ്, ഞാൻ എക്സിക്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ല ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിയും. കാര്യം ഒരു കാര്യത്തിലും ഒരേപോലെ ഒപ്പീനിയൻ ഇല്ലാത്ത 2 പേരാണ് ഞങ്ങള്. എല്ലാം വേറെ വേറെ കാര്യങ്ങൾ. ഒരു സാധനം പോലെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ വേറെ വേറെയാണ്. ലെറ്റ്സ് കം ടു പെരിച്ചാഴി. അതാണ് അങ്ങനെ ഒരു ചിരി. Okay, again, a lot of mixed reviews for the film, but whatever said and done, Lalaton ആണ് at the end of the day. And you also played a character in the film as well. അതിലേക്ക് വരാം. Let's come to that. എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു പ്രോജക്റ്റ്? നമ്മൾ അത് കഥ കേട്ട് എക്സൈറ്റഡ് ആയിട്ട് എടുത്തൊരു സിനിമയൊന്നുമല്ല. അത് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയതാണ്. ലാലേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെറുപ്പം മുതലേ ആരാധിക്കുന്ന ഒരു വ്യക്തി, അല്ലെ ചെറുപ്പം മുതലേ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാള് ഒരു 40-45 ദിവസം നമ്മുടെ ഒപ്പം ഒരുമിച്ച്, US-ലൊക്കെ ആയിരുന്ന സമയത്ത്
വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാരും കൂടെ കുക്ക് ചെയ്യുക, കഴിക്കുക, അഭിനയമൊക്കെ ഒരു സൈഡിൽ കൂടെ അതിലൂടെ പോകുന്നു എന്നുള്ളത് മാത്രമല്ലായിരുന്നു. ഷോപ്പിംഗ്, സിനിമയ്ക്ക് പോകുന്നു. അപ്പം ലാലേട്ടന്റെ കൂടെ പോയി സിനിമ കാണുന്നു. ലാലേട്ടന്, അതായത് മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ അവിടെ സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു. അപ്പം ലാലേട്ടന്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ അപ്പൊ വിജയനെ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ സീൻ, വിജയ് വരുന്ന സീനാണ്. അപ്പൊ വിജയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വിജയനെ കാണിക്കുന്ന സീനിന് ലാലേട്ടൻ വിസിലടിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിൽ കൂടുതൽ എന്ത് വേണം, ഇത് തന്നെ പോരെ, വേറെ പെരിച്ചാഴി എന്ന് പറഞ്ഞ സിനിമ ഇനി ഹിറ്റായാലും ഹിറ്റായില്ലെങ്കിലും ഒരു പ്രശ്നമില്ല.